മലയാളികൾ എല്ലാവരും ഇപ്പോൾ രേണുസുധിയുടെ വാർത്തയെക്കുറിച്ച് തന്നെയാണ് കേൾക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നതിന് കാരണവുമുണ്ട് എന്ന് കൂടി പറയാം. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാക്കി ഇത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുവിൻ്റെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. രേണു മരിച്ചു കഴിഞ്ഞാൽ രേണുവിൻ്റെ മകൻ്റെ അവകാശം അത് രേണുവിൻ്റെ വീട്ടുകാർക്കുള്ളതായിരിക്കും എന്നാണ് ഈ പോസ്റ്റിലൂടെ രേണു പറയുന്നത്. ഋതുൽ ദാസ് എന്ന തൻ്റെ മകൻ ഋതപ്പന് താൻ മരിച്ചു കഴിഞ്ഞാലുള്ള അവകാശം തൻ്റെ അച്ഛൻ തങ്കച്ചനാണെന്നും അതുപോലെ തൻ്റെ സഹോദരിക്കാണെന്നുമാണ് ഇപ്പോൾ രേണു ഈ വീഡിയോയിലൂടെ പറയുന്നത്. മറ്റാർക്കും അവൻ്റെ മേൽ അവകാശമില്ല. ഇത് പറയുന്നത് അവൻ്റെ അമ്മയാണ്. ഇതാണ് രേണു പോസ്റ്റിലൂടെ പറയുന്നത്. രേണു പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. രേണുവിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണു ഈ പറയുന്ന പോസ്റ്റിന് വളരെയധികം സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് എല്ലാവരും. ഓരോ തവണയും പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. രേണു ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെയധികം തന്നെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. രേണു മരിച്ചു കഴിഞ്ഞാൽ രേണുവിൻ്റെ മകൻ്റെ അവകാശം തൻ്റെ അച്ഛനും സഹോദരിക്കുമാണ് എന്ന് രേണു പറയുന്നതിലൂടെ തന്നെ എന്തുമാത്രമാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ സുധിയുടെ വീട്ടുകാരുമായി രേണു അകന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. രേണുവിന് ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും സുധിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്നൊരു പരാതി ഒരു പക്ഷേ രേണുവിന് ഉണ്ടായിരിക്കാം. അതായിരിക്കാം ഒരു പക്ഷേ രേണുവിനെ ഇത്രയും തളർത്തുന്ന ഒരു കാര്യം. കിച്ചു വന്നില്ല എന്നൊരു സങ്കടം തൻ്റെ ഉള്ളിലുണ്ട് എന്ന് എപ്പോഴും രേണു പറഞ്ഞിരുന്നു. ഞാനൊരു 11 വയസ്സ് മുതൽ വളർത്തിയ ഒരുത്തനുണ്ട്. ഞാൻ മോനെ എന്ന് വിളിച്ച് എന്നെ അമ്മയെന്ന് ആദ്യം വിളിച്ച ഒരുത്തനുണ്ട്. അവൻ ഇതുവരെ എന്നെ വന്ന് നോക്കിയില്ല. ഇതായിരുന്നു രേണു പറഞ്ഞിരുന്നൊരു കാര്യം. എന്നാൽ ഇതിന് മറുപടിയുമായി കിച്ചു എത്തിയിരുന്നുവെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇപ്പോഴും കിച്ചുവിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. കിച്ചു അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല, കിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് ഇപ്പോഴും പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടും എത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും. ഓരോ തവണ ആരാധകർ ഇതിനനുസരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന പോലെ തന്നെയാണ് ആരാധകർ ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നത്. രേണു പറയുന്നത് സത്യമാണ്. അതുപോലെ രേണു പറയുന്നതിൽ തന്നെയാണ് കാര്യം. രേണു എന്താണോ പറയുന്നത്, ഋതപ്പനെ പറ്റി എന്താണോ രേണു എഴുതി വെക്കുന്നത് അത് തന്നെയാണ് സത്യം. കാരണം ഋതപ്പൻ്റെ അമ്മയ്ക്കും അച്ഛനും തന്നെയാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ്. അച്ഛനില്ലാത്തിടത്തോളം കാലം മുഴുവൻ ഇമ്പോർട്ടൻസും അമ്മയ്ക്ക് തന്നെയാണ്. ചേട്ടൻ പ്രായപൂർത്തിയായി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കിച്ചുവിന് വേണ്ടി അല്ലെങ്കിൽ ഋതപ്പന് വേണ്ടി കിച്ചുവിന് കേസ് ഫയൽ ചെയ്യാമായിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ അവർ മുതിരുന്നില്ല. ഇപ്പോൾ അവരെല്ലാവരും രേണുവിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.